welcome back to Sala Learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് മെറ്റീരിയൽസ് അറൌണ്ട് us എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻസുകളാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നോക്കാം. ദേ പിടിച്ചോ. Would it be the good idea to use paper like material for making കുക്കിംഗ് യൂട്ടൻസിൽസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ പറയുന്നത്, പേപ്പർ പോലുള്ള സാധനങ്ങള് കുക്കിംഗ് യൂട്ടൻസിൽസ് ആയിട്ട്, എന്ന് വെച്ചാൽ കുക്കിംഗ് യൂട്ടൻസിൽസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പാത്രങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പേപ്പർ പോലെയുള്ള സാധനങ്ങൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പറ്റുമോടെ മക്കളെ, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. പേപ്പർ എന്ന് പറയുന്ന സാധനം ദാ മിസ്സിന്റെ ഇവിടെ ഉള്ള ടിഷ്യൂ എന്ന് പറയുന്ന സാധനം കത്തിപ്പോകുന്ന സാധന. ഇതൊക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ നിന്ന് നമുക്ക് കുക്ക് ചെയ്യലും നടക്കത്തില്ല, ഫുഡും ഉണ്ടാവത്തില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കുക്കിങ്ങിന്റെ സാധനമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് ഇതേപോലെയുള്ള മെറ്റൽസുകൾ മാത്രമേ കുക്കിംഗ് യൂട്ടൻസിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുക്ക് ചെയ്യാൻ വേണ്ടി പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ സ്റ്റീലിന്റെ പാത്രങ്ങളുണ്ട്, ഇരുമ്പിന്റെ പാത്രങ്ങളുണ്ട്, പല പാത്രങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ പോലെയുള്ള സാധനങ്ങൾ പറ്റില്ല. സോ പേപ്പർ ലൈക്ക് എ are not suitable for cooking utensils. Such material cannot be withstand high temperature of the flame and may burn. This liquid content of the food will also soak the paper. അല്ലെ, ആ ഫുഡിനുള്ള സാധനം തന്നെ സോക്ക് ചെയ്തിട്ട് പോകും. പിന്നെ അത് കത്താന്ന് പറഞ്ഞാൽ, കത്തി പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിയും പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേപ്പർ എന്ന് പറയുന്ന സാധനം യൂട്ടൻസിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്ലിയർ ആയി അല്ലെ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, Are all lustrous materials are metals? എല്ലാ luster property, എന്താ luster എന്ന് പറഞ്ഞാൽ തിളങ്ങ അല്ലെ. അപ്പൊ തിളക്കം, നല്ല തിളക്കം കാണിക്കുന്ന, ഷൈനിങ് കാണിക്കുന്ന ആളുകളാണ് എല്ലാ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ എന്നാണ് ക്വസ്റ്റ്യൻ. അംഗീകരിക്കുവോടാ? അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളും തിളങ്ങുന്നുണ്ട്, ഷൈനിങ് ആയിട്ടുള്ള നല്ല ലസ്റ്റർ പ്രോപ്പർട്ടി കാണിക്കാറുണ്ട്. ഈവൻ ബാഗ്സ് പോലെയുള്ള സാധനങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് പോലെ ഈ പറയുന്ന ആളുകളൊക്കെ അതുപോലെ ഷൈനിങ് അപ്പിയറൻസ് കാണിക്കുന്ന മെറ്റലുകളാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ all lustrous materials may not be metals. അതെല്ലാം മെറ്റൽ ആകണമെന്നില്ല. സം മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസ് എന്താണ് ലസ്റ്റേഴ്സ് പ്രോപ്പർട്ടി കാണിക്കും. ഇപ്പൊ പോളിഷ് ചെയ്യുന്നതിലൂടെ, നന്നായിട്ട് പോളിഷ് ചെയ്ത നല്ല ഭംഗിയാക്കി കഴിഞ്ഞാലൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകള്, വാക്സുകളൊക്കെ എന്താണ് അതുപോലെ ഷൈനിങ് അപ്പിയറൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും എന്തല്ല എന്നാ പറയുന്നത്, ലസ്റ്റർ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റൽസ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ മക്കളെ, ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് വാട്ടർ ട്രാൻസ്പെറന്റ് can it be made opaque എന്നാ ചോദിക്കുന്നത്. നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യമാണോ, ഒരു സാധനമാണോ, ഒബ്ജക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒബ്ജക്റ്റ് അല്ല, സബ്സ്റ്റൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്താ മക്കളെ ഇപ്പൊ ഒപ്പാക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയണം അല്ലെ. എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ട്രാൻസ്ലൂസന്റ്, എന്താണ് ഒപ്പാക്ക് എന്ന് എന്റെ മക്കൾ അറിയണം. ട്രാൻസ്പെറന്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം, എല്ലാ ലൈറ്റ്സിനെയും കടത്തിവിടുന്ന ആളുകളെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കോ, നമ്മളിപ്പോ ടോർച്ചിന്റെ ലൈറ്റ്, എന്റെ ഫോണിന്റെ ലൈറ്റ് നമുക്ക് കാണുമെന്ന് അറിയില്ല. ഇതിപ്പോ ഞാനിങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈറ്റ് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്ന് പറയും. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ അലോ സം ലൈറ്റ് ടു പാസ് ത്രൂ, കുറച്ച് ലൈറ്റ് പോകാൻ പറ്റും, എന്നാൽ ഫുൾ ലൈറ്റ് പോവില്ല. അങ്ങനെ കുറച്ച് ലൈറ്റുകൾ പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫുള്ളായിട്ട് കടത്തിവിടോ? ഇല്ല. ഇപ്പൊ ഒരു തുണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേപ്പർ ആയിക്കോട്ടെ, ഇതിലൊക്കെ ഫുള്ളായിട്ട് ലൈറ്റ് കടത്തിവിടോ ചോദിച്ചില്ല, കുറച്ചെങ്ങാനും കടത്തിവിട്ടാലായി അല്ലേ. അപ്പൊ അത്. പിന്നെ ഒപ്പാക്ക് എന്ന് പറയുമ്പോൾ തീരെ കടത്തിവിടില്ല. ലൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ കടത്തിവിടില്ല. എക്സാമ്പിൾ, എന്റെ മേല് കൂടെ ലൈറ്റ് അടിച്ചാ ഇതിന്ന് അപ്പുറത്തോട്ട് ലൈറ്റ് പോവോടാ? ഇല്ല. നമ്മുടെ ബോഡി കൂടെ പോവോ? ഇല്ല. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഒപ്പാക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിനെ പാസ് ചെയ്യുന്നവരാണ് ട്രാൻസ്പെറന്റ് അല്ലാണ്ട് പകുതി കടത്തിവിടുന്ന ആളുകളെ നമ്മൾ ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നു. ഒരു ലൈറ്റിനെയും കടത്തിവിടാത്ത ആളുകളെയാണ് നമ്മൾ ഒപ്പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ശുദ്ധമായിട്ടുള്ള ജലമാണെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഒപ്പാക്ക് ബൈ ആഡിങ് സം അതർ മെറ്റീരിയൽസ്. കുറച്ച് മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഉണ്ടാക്കി മാറ്റാൻ പറ്റും. ഒന്നും കാണാത്ത രീതിയിൽ ഒപ്പാക്ക് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, മഡി വാട്ടർ അല്ലേ, നമ്മുടെ ചളി വെള്ളം, മഡി വാട്ടർ ഇല്ലേ, അതിലൂടെ ലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ലൈറ്റേ കടത്തി വിടില്ല, കാരണം അത് ഒപ്പാക്ക് ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആക്കാം. എന്നുവെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്.
സോ ഇതോട് കൂടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞില്ല. ഇനിയും കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, അത് പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്റെ മക്കൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താ അടിപൊളി ആചരിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. സി യു മക്കളെ, ബൈ.